തദ്ദേശ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന പ്രഖ്യാപനവുമായി ഇടുക്കി വട്ടവടയിലെ 5 ആദിവാസി ഉന്നതികൾ കോവിലൂരിൽ നിന്നും കാന്തല്ലൂരിലേക്കുള്ള റോഡ് യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. ആദിവാസി സംവരണ വാർഡുകളിൽ അടക്കം മത്സരിക്കില്ല. 5 ആദിവാസി ഉന്നതികളിലെ വോട്ടർമാർ ചേർന്നാണ് തീരുമാനമെടുത്തത്. എൻ്റെ പിന്നിലുള്ളവർ വട്ടവട പഞ്ചായത്തിലെ 5 ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകളാണ്. അവർ ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ചേർന്ന് ഒരു തീരുമാനമെടുത്തു. അത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? 30-40 വർഷക്കാലമായിട്ട് ഒരു റോഡിന് വേണ്ടി എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും പോയി പേപ്പറുകളെല്ലാം കൊടുത്ത ശേഷവും ഇതുവരെ ഞങ്ങൾക്ക് ആ റോഡിൻ്റെ ഒരു തീരുമാനമാക്കി തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെലന്തയാറ്, സാമ്യാറിലക്കുടി, കൂടലാറ്, വത്സപ്പെട്ടി, ഉള്ളവയൽ, മറയൂർ പോകുന്ന റോഡാണത്. അത് ഞങ്ങളുടെ ആദിവാസി 5 കുടിയിലേക്ക് കടന്നു പോകുന്ന റോഡാണ്. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ അവഗണിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിനി മനുഷ്യരാണോ അതോ മൃഗങ്ങളാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു തീരുമാനമാണ് കാണുന്നത്. കാരണം ഇത്രയും പേപ്പർ കൊടുത്തിട്ടും ഞങ്ങൾ ആരും തിരിഞ്ഞു പോലും നോക്കുന്നത്. വട്ടവടയിൽ നിന്ന് ഏതാണ്ട് 16 കിലോമീറ്റർ ആണ് കാന്തല്ലൂർ വരെയുള്ള റോഡ്. ആ റോഡിന്റെ ഇരുവശത്തുമായിട്ടാണ് ഈ കുടികളുള്ളത്. ആ റോഡിലൂടെ ഞങ്ങൾ വന്നതാണ്. തീർച്ചയായിട്ടും ആ റൂട്ടിലൂടെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നടു ഒടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾ എത്ര വോട്ടർമാരുണ്ട് ഈ 5 കുടികളിലായിട്ട്? ഞങ്ങളുടെ ഈ 5 കുടികളിലായിട്ടും 1200 സംതിങ് വോട്ടർമാരാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഈ 5 ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള കാണിമാരിവിടെയുണ്ട്. ഇദ്ദേഹം ഒരു കാണിയാണ്. ഇത്തവണ വോട്ട് ചെയ്യേണ്ടെന്ന് തന്നെയാണോ തീരുമാനം? അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ശാസ്ത്രീയം എന്ന് വെച്ചാൽ നമുക്കൊരു താലൂക്ക് ആസ്പത്രി ചെല്ലണമെങ്കിൽ 100 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ ഈ റോഡാണെങ്കിൽ നമുക്ക് ഒരു 25 കിലോമീറ്റർ കാന്തല്ലൂർ, കോയിൽക്കടവ്, മറയൂർ ചെന്ന് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ മതി. നമുക്ക് അവിടെ ചികിത്സ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാം. ചിലപ്പോൾ ഈ വഴി പോകുമ്പോൾ നിങ്ങൾ വഴി കണ്ടതാ, ചിലപ്പം ശ്വാസം മുട്ടലോ ആസ്മല്ലോ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് മരിച്ചു പോകും. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വത്സപ്പെട്ട് കുടിയുന്ന ഒരു സ്ത്രീയെ ചുമന്ന് കൊണ്ടുപോകേണ്ടി വന്നതല്ലേ? അത് കൊണ്ടുപോകേണ്ടി വന്നായിരുന്നു. ഒരു 6 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്താണ് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചത്. തൊട്ടടുത്ത് മറയൂരാണ്. റോഡുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചെല്ലാം. അപ്പം അത്തരം ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ് ഇവരെല്ലാം. ഈ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് കാരണം നിരവധി തവണ ഇവർ ആവശ്യപ്പെട്ടു ഈ റോഡ് നന്നാക്കണമെന്ന്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഗൂഡല്ലാർകുടിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.